ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ നമ്മളെ തലശ്ശേരിക്കാരുടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കല്ലുമ്മക്കായ് ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കല്ലുമ്മക്കായ് ചോറിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോ ഞാൻ മന്തിൻ്റെ വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു വ്ളോഗാണ് ഇട്ടത്. അപ്പോൾ ആ ഒരു വ്ളോഗിലാണ് ഞാൻ കല്ലുമ്മക്കായ് ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു, പിന്നെ ഈ കല്ലുമ്മക്കായ് ചോറിൻ്റെ വീഡിയോ വേറെ തന്നെ ഇടുമെന്ന് വെച്ചിട്ട്, റെസിപ്പി മാത്രമായിട്ട്. അപ്പോൾ അങ്ങനെ ഇടാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇട്ടത്. പിന്നെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നവർക്ക് അതിൽ നോക്കിയിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അതിൽ റെസിപ്പി പറയുന്നുണ്ട് വ്ളോഗിൽ. പിന്നെ ഇപ്പം ബാച്ചിലേഴ്സിനും എന്താ പറയുക, കുക്കിംഗ് മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേറെ തന്നെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവർ പറഞ്ഞിട്ട് ഞാൻ ഇടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിനി, ഈ ഒരു കല്ലുമ്മക്കായ് ഹസ്ബൻഡിൻ്റെ ഉമ്മ നാട്ടിൽ നിന്ന് കൊടുത്തയച്ചതെന്ന്. നല്ല ഇറച്ചി ഉണ്ടായിന് കല്ലുമ്മക്കായ്ക്ക്. അപ്പോൾ ഒരു കിലോണം കട്ടിയും അധികം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കല്ലുമ്മക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാന് ശേഷം ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഓയിൽ ചൂടാന് ശേഷം നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉള്ളി ഒരു 2 വലിയ ഉള്ളിയാണ് എടുത്തത്. ഇനി ചെറിയ ഉള്ളിയാണെങ്കിൽ 3 ഉള്ളി എടുക്കാൻ. ഇനി നമുക്ക് ഈ ഉള്ളി നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കാം. ഉള്ളി നല്ലോണം വാടിയതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇത് 3 കൂടിയിട്ട് ഒരുമിച്ച് മിക്സിൻ്റെ ജാറിലിട്ട് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ വെളുത്തുള്ളി എടുത്തത് ഒരു 10 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ 10 പച്ചമുളക്. പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലുള്ള ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. 3 തക്കാളി നീളത്തിൽ അരിഞ്ഞത്. അപ്പോൾ ഇതിലുള്ള തക്കാളി നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നിറയെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേയൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. 1 കപ്പ് വെള്ളം കാണാൻ മതി കേട്ടോ. അതിൽ കൂടുതൽ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ചെമ്മീനും കല്ലുമ്മക്കായെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെമ്മീൻ പൊരിച്ചിട്ട് വെക്കുന്നതാണെങ്കിൽ നമ്മളിതിൽ പൊരിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അത് വേവിക്കുന്നൊന്നുമില്ലല്ലോ. ഇനി വേവിക്കാണ്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നതാണെങ്കിൽ ഈ ഒരു കറക്റ്റ് വെള്ളം തന്നെ മതി. ഞാനിപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ കുറച്ചൊരു മസാല ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതുപോലെ ഇത് തിളക്കുന്ന സമയത്ത് അങ്ങ് വറ്റിക്കോളും. അങ്ങനെ കൂടുതൽ വെള്ളമൊന്നും ഉണ്ടാവില്ല ഇതിൽ. അപ്പോൾ ഞാനിതിൽ വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. ഈ പൊടിയെല്ലാം ഒന്ന് വെന്ത് വരണമല്ല. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് മൂടി വെക്കാം. ചെറിയ തീയിൽ മൂടി വെച്ചാൽ മതി. അപ്പോൾ ഇതിലുള്ള മസാല എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കല്ലുമ്മക്കായ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടിത് വീണ്ടും ഒന്ന് നമുക്ക് ചെറിയ തീയിൽ 2 മിനിറ്റ്. എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ കല്ലുമ്മക്കായിൻ്റെ ഫ്ലേവറെല്ലാം ഒന്ന് എന്താ പറയുക, നമ്മൾ ഈ മസാലയിലൊന്ന് പിടിച്ച് വരട്ടെ. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ഇതിൻ്റെ അടപ്പ് തുറന്നിട്ട് ഇതിലേക്ക് ഒരു പുളിനാരങ്ങൻ്റെ നീരും പിന്നെ മല്ലിച്ചപ്പ് ചെറുതായിട്ട് മുറിച്ചതും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുക്കാം. അപ്പോൾ നമ്മൾ കല്ലുമ്മക്കായ് മസാല റെഡിയായി. ഇനി നമുക്ക് ഇതിന് വേണ്ട ചോറ് ഉണ്ടാക്കണം, നെയ്ച്ചോറ്. അപ്പോൾ നെയ്ച്ചോറ് നമ്മൾ വെള്ളം വറ്റുന്നതിന് മുന്നെയാണ് ഈ മസാല ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് നേരിയരിയാണ് എടുക്കുന്നത്. 3 ഗ്ലാസ് നേരിയരി. ഞാൻ ഈ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് അരി സാധാരണ എടുക്കൽ. ഇനി നമുക്ക് ഈ അരി നല്ലോണം കഴുകിയതിന് ശേഷം വെള്ളം വരാൻ വേണ്ടി വെക്കാം. അപ്പോൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെമ്പ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാത്രം ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ ആർക്കേജും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 4-5 ഗ്രാമ്പു, ഒരു 4-5 ഏലക്കായ, പിന്നെ 2 കഷ്ണം പട്ട,
പിന്നെ വേണ്ടത് നീളത്തിലരിഞ്ഞ ഉള്ളി. ഞാൻ ഒരു ചെറിയ ഉള്ളിൻ്റെ പകുതിയാണ് എടുത്തത്. ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ സവാള, അതിൻ്റെ പകുതി നീളത്തിലരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഉള്ളി ഒന്ന് വാടിയാൽ മതി, പിന്നെ ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കണ്ട, അന്നേരം നമ്മൾ ചോറിൻ്റെ കളറങ്ങ് മാറിപ്പോവും. അപ്പോൾ ഉള്ളി വാടിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഞാൻ കറക്റ്റ് 4.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നാൽ കണക്കില്ലാന്ന് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 3 കപ്പ് അരിയാണല്ലോ എടുത്തത്. 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം, ആ ഒരു കണക്കിൽ വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ വെള്ളയുടെ തിളക്കുന്നുണ്ട്. അതിന് നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പുളിനാരങ്ങൻ്റെ നീരും ചേർത്ത് കൊടുക്കാം. പുളിനാരങ്ങൻ്റെ നീര് ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം വറ്റാനാകുന്ന സമയത്ത് വേണം നമ്മൾ കല്ലുമ്മക്കായ് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് തുറന്ന് നോക്കാം, വെള്ളം വറ്റാനായിനൊന്നൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ല, ഇതിൽ വെള്ളം ഇതാ വറ്റാനായിട്ടുണ്ട്, കുറച്ച് വെള്ളമുണ്ട് ഇതിൽ. ഈ സമയത്ത് വേണം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. മസാല ചേർത്തെടുത്തതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചോറും മസാല എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആകുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനിതിൽ ഒരു ചെറിയ ടീസ്പൂണും കൂടി ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിന് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലത്തെ ചോറെല്ലാം വെക്കുന്നതാണെങ്കിൽ ഗരം മസാലപ്പൊടി കുറച്ചും കൂടി അധികം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഈ ചോറിൻ്റെ വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചോറിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വെന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുത്താൽ മതി. ഇപ്പോൾ ചെറിയ തീയിൽ വെച്ച് കൊടുക്കണേ, ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ചോറ് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇത് നമ്മളെ തലശ്ശേരിക്കാരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ് ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു മസാല വെച്ചിട്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.